തുളി മഴയായി വന്നാളേ ചൂട 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 മറந்தே പോനാളേ എന്നെ ജാക്കു ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഐ മിസ് യു ടു മൈ ലവ് ഇവിടെ വന്ന് ചായ ചോദിക്കട്ടെ കുറെ കാലമായി ഒന്ന് സ്വസ്ഥമായിട്ട് ഇറങ്ങിയിട്ട് സോ കഴിയുന്നേ ഓ അതിനെന്താ ഐ വിൽ ഗിവ് യു ഓൾ ദ കളേഴ്സ് ഇൻ ദ വേൾഡ് മണ്ടമാക്കി കൊച്ചിനെ പോയി പിടിക്കടാ. എന്റെ ഈ കുരുപ്പിന് നിന്റെ സ്വഭാവമാണ്. അതെ, ഞാൻ മാനത്ത് നിന്ന് കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ. അയ്യോ ദേ ഓടുന്നു. എവിടെ നോക്കി നിൽക്കാതെ നിങ്ങളുടെ മാക്രി കുഞ്ഞിനെ പോയി പെറുക്കി എടുക്കടോ. ചെറുക്ക എന്തൊരു ഓട്ടവാ, നീ ശരിക്കും മാക്രി കുഞ്ഞാണോ? ദേ ഇനി മേലെ എങ്ങനെ ഓടിയാ നിനക്കിന് ചോക്ലേറ്റ്സ് ഒന്നും തരില്ല. എന്നിട്ട് നിനക്ക് സ്വന്തമായിട്ടിരുന്ന ചോക്ലേറ്റ്സ് കംപ്ലീറ്റ് തിന്നാൻ വേണ്ടിയല്ലേ പൊട്ടാസേ? ഞാൻ പോകുക. പോകല്ലേടോ, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ സ്വീറ്റ്സ് തിന്നരുതെന്ന്. ബട്ട് നിനക്കിനി തിന്നേ പറ്റുള്ളൂന്നുണ്ട്. ഐ ക്യാൻ ഗിവ് യു സംതിങ് റിയലി സ്വീറ്റ്. എന്റെ അമ്മേ, എന്റെ കൊച്ചിന്റെ കൊച്ചില്ലേ, എന്റെ കിസ് ഈവയോ മമ്മി സ്വപ്നമായിരുന്നോ? അയ്യോ അവളുടെ എന്റെ കൊച്ചോ, ഞാൻ അവളെ കെട്ടിയോ? അതിന് ചാൻസ് ഇല്ല. അവൾ എന്നെ കെട്ടിയിട്ട് തല്ലിയില്ലല്ലേ ഉള്ളൂ. എന്റെ ഉറക്കം ഫുള്ള് പോയി പുല്ല്. ഉറക്കവും വരുന്നില്ല, ബോറ് പഠിക്കണ്. ഓ ഈടനെ പോയി തോണ്ടിയാലോ? നല്ല ഐഡിയ. നിഴലായി ഒഴുകി വരുന്നു ഞാൻ. മോനെ കുട്ട, ഏടായി വന്നടാ. എന്റെ വാതില് കുറ്റിയിട്ട്. ഇവൻ എന്താ വാതില് കുറ്റിയിട്ടകത്ത് പരിപാടി? ഈ വീട്ടിലെ പ്രൈവസി അനുവദിച്ചൂടാ. ഡാനിച്ചൻ്റെ അടുത്ത് പോയാലോ? വേണ്ട, ചിലപ്പോ വല്ല ചട്ടിയും എടുത്തെറിയും. ആഹാ, എന്റെ ഉറക്കം കളഞ്ഞിട്ട് അങ്ങനെ നീ സ്വസ്ഥമായിട്ട് ഉറങ്ങണ്ട. പൊട്ടാസിന്റെ ഉറക്കം കളയും. ഞാനിതാ എത്തി. നേരെ വഴി പോകാൻ പറ്റില്ല, നമുക്ക് ബാൽക്കണി ചാടാം. എന്റെ അമ്മേ, ഇതൊക്കെ വലിഞ്ഞു കേറാൻ എന്നെ പാടാ. എന്റെ ദൈവമേ, ഉറങ്ങുന്ന കാണാൻ എന്നാ പാവമാ. അയ്യോ എന്തുവാടാ നീ ആലോചിക്കുന്നേ? മായ്ച്ചുകള. Move your body, move your body, come on, move your body, 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 body. നീ ആര്? കുമ്പിടയുടെ കൊച്ചുമോളോ? നീ എന്താ ഇവിടെ? അതൊരു പൊട്ടാസ് പൊട്ടിക്കാൻ കയറിയതാ. എന്നിട്ട് പൊട്ടിക്കുന്നില്ലേ? ആ ഫ്ലോ അങ്ങ് പോയി, ഇനി ഇന്ന് വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനാ? നീ പൊട്ടിച്ചിട്ട് പോയാ മതി. അയ്യോ, ആ ഉണ്ടക്കണ്ണ് ഉരുട്ടുന്ന കണ്ടോ? സ്വപ്നത്തിൽ എന്റെ കൊച്ചിന് സെയിം ഉണ്ടക്കണ്ണായിരുന്നു. അല്ല, പൊട്ടിക്കണോ? പൊട്ടിക്കാം. ഈ പോക്ക് പോയാ ഒരമിട്ട് ബോംബ് ഞാൻ നിന്റെ മൂട്ടിലിട്ട് പൊട്ടിക്കും. നോ, നമ്മുടെ പിള്ളേരോ ഓത്തങ്ങളിൽ നീ അങ്ങനെ ചെയ്യരുത്. പിള്ളേരോ? വാവ്, സബാഷ്. അല്ല, ഡാൻസിന്റെ പിള്ളേര്. അതായത് ഞാൻ. സത്യം പറയടാ മാക്രി കുഞ്ഞെ, എന്താണ് ഉദ്ദേശം? ദുരുദ്ദേശം. നോ ഉദ്ദേശം എന്ന് പറഞ്ഞതാ. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. എന്റെ പൊന്നീവ, നിന്നെ ഒന്ന് ദർശിക്കണമെന്ന് തോന്നി ഞാനിങ്ങ് വന്നു. ഞാൻ വായിലെ കുണിലാപ്പനാണല്ലോ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും ദർശനം തരാൻ.
ആരാണ് ഈ നെക്സ്റ്റ് മുതൽ ചാടുന്നത്? ദേ പോകുന്നു. അത് മാമന്റെ റൂമിലോട്ടല്ലേ? വാ പോയി നോക്കാം. ഇനി മാമന്റെ പേഷ്യൻസ് വല്ലതായിരിക്കുമോ? പിന്നെ രാത്രി പാതിരാത്രി ആണല്ലോ പേഷ്യൻസ്, വല്ല കള്ളന്മാരുമായിരിക്കും. ദീ ചോക്കും അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ഇവൻ ഏതാണ്? അയ്യോ, ഇത് ജാക്കു അല്ലേ? ഇതിപ്പോ ഈ മാതൃക്കുഞ്ഞറിഞ്ഞ സീനാകുമല്ലോ. വാ അടുത്ത് പോയി നോക്കാം. വെയിറ്റ്, ഇനി ചിലപ്പോ വല്ല പ്രേതമാണേലോ? മാമൻ ആവാഹിച്ച പ്രേതം. വെറുതെ എന്തിനാ അവരെ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നേ? നമുക്ക് തിരിച്ചു പോകാം. നീ എന്തുവായി പറയുന്നേ? മതില് ചാടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണല്ലോ പ്രേതങ്ങളുടെ ഇപ്പോഴത്തെ ഹോബി. ഏയ് അല്ലല്ല, ഇത് കണ്ടാലേ അറിയാം. ശശികുട്ടന്റെ ഒരു കട്ടുണ്ട്. ബാ നമുക്ക് പോകാം. അല്ല, നിനക്ക് മുറിയിൽ ചെന്ന് പൊട്ടാസ് പൊട്ടിക്കണ്ടേ? എന്താണ് പൊട്ടാസ് ഒരു കള്ളത്തരം? മര്യാദക്ക് മിണ്ടാണ്ട് എന്റെ കൂടെ വന്നോ. ഐ ആം ദി സോറി എന്റെ മാമ. കടവുളെ കൈവിട്ട് പോയാച്ച്. മാമാ, ആരാടാ നീ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരാ ഇവൻ? ഐ ആം ദി സോറി മാമ. ഓൾ ദി ബെസ്റ്റ്. ചക്കലിംഗ് അപഹരം സക്സസ്ഫുള്ളി ഫെയിൽഡ്. ഇച്ചായ? ആരാ ഇവൻ? ഇവ നീയോ? ഇച്ചായനോ? വാട്ട്? മീറ്റ് ജാക്കു, മൈ ബോയ് ഫ്രണ്ട്. കള്ളസ്വാമി, നിങ്ങൾക്ക് ബോയ് ഫ്രണ്ടോ? പറ്റിപ്പോയി. എല്ലാരും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി പോയാലോ? അല്ല, ഈ സ്വാമിമാർക്ക് റിലേഷൻഷിപ്പിലൊക്കെ ആകാൻ പറ്റുമോ? ഹാ, ഇത്രയൊക്കെ കണ്ടിട്ട് നിനക്ക് ഈ ഒരു ഡൗട്ട് വന്നല്ലോ. ഒരു പൊട്ടിത്തെറിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതെന്തിന്റെ കുഞ്ഞാണോ ആവോ? സ്വാമിമാർക്ക് എന്തുമാകാലോ. ഷോപ്പിൽ ചേർക്കിട കിളി പോയെന്നാ തോന്നുന്നു. രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. മക്കളെ, നിങ്ങൾ ചെന്ന് കിടക്കും. സ്വാമിമാർക്ക് നിദ്ര ഇമ്പോർട്ടന്റ് ആണ്. இறகை போலே அலைகிறேனே உந்தன் பேச்சை கேட்க. എന്നാലും എന്തോ ഒരിത്. ഒരു കുന്തവുമില്ല. പോയി കിടന്നുറങ്ങാൻ നോക്ക്. തീണ്ടയിലെ തൊலை ഏയ്, താനിത് എങ്ങോട്ടാ? ഓ സോറി, ഒരു ഫ്ലോക്ക് പോയതാ. ക്യൂട്ട്. ഇതല്ല എന്റെ തലയിൽ എങ്ങനെ കറക്റ്റ് വന്ന് കേറുന്നോ ആവോ. എന്തായാലും മാതൃക്കുഞ്ഞ് കൊള്ളാം. கண்ணோரம் காதல் வந்தால் கண்ணீரும் தித்திப்பாகும் வேறொன்றும் தேவையில்லை நீ மட்டும் போதும் போதும். നിക്ക് നിക്ക് നിക്ക്. എന്റെ അന്ന, ഇനി എന്താ? നീ ഓൾറെഡി എനിക്കൊരു 250 ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞു. വലത് കാല് വെച്ച് കഫേക്കുള്ളിൽ കയറ്. എന്നെ കെട്ടിക്കൊണ്ട് വന്ന വീടൊന്നും അല്ലല്ലോ ഇത്. ഒരു ശുഭമുഹൂർത്തം നടക്കാൻ പോകുമല്ലേ, ഇതൊക്കെ നിർബന്ധമാണ്. എന്റെ അടിയന്തരമാണോ ദൈവമേ ഇവളുടെ ശുഭമുഹൂർത്തം? അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഡാനിച്ചാൻ വരുന്നു, നമ്മൾ രണ്ടുപേരും കാലിലേക്ക് വീഴുന്നു, കുപ്പിയിലിറക്കുന്നു. പിന്നെ മായാവിടെ കുഞ്ഞാണല്ലോ കേരട കുപ്പിയിലെന്ന് പറഞ്ഞ് കേറ്റാൻ. ഇവിടെ മനുഷ്യന്റെ കൈയും കാലും വരച്ചിട്ട് വയ്യ, അപ്പോഴും അവളുടെ കുപ്പിയും കുന്താവും. ഇങ്ങോട്ട് വാ പെണ്ണേ. അയ്യോ, ദേ ഇരിക്കണ ഡാനിച്ചാൻ. ഇങ്ങനെ ഇത് നേരത്തെ വന്നോ? എടാ, ഓടിപ്പോയി കാലിലേക്ക് വീഴട പൊട്ടാ. നീ എന്റെ സ്കിൽസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. ദാ ഇപ്പൊ കൺ കുളിർക്ക് കണ്ടോ. ഡാനിച്ചാ, ഇവനെന്തിനാ ഈ ഓടണേ? എന്റെ ഡാനിച്ചായ കാപ്പാത്തിക്കോ, നിങ്ങളുടെ പെങ്ങളെ ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയി അളിയാ. ആരാടേ നിന്റെ അളിയൻ? അളിയനാണ് എന്റെ അളിയൻ. ഡാനിച്ചായ ഞങ്ങൾ സ്വീകരിക്കണം. നിലവിളക്ക് തന്നതിനകത്ത് കയറ്റണം. എടാ ചെറുക്ക, നീ ആദ്യം ഒന്ന് എണ്ണീറ്റ് എന്റെ കാല് വിടാൻ. ഇവൻ നാളം കിടത്തിക്കോളും. ഞാൻ എണീക്കുമല്ല, ഞങ്ങളെ അനുഗ്രഹിക്കണം ഡാനിച്ച. എന്റെ അന്ന മോളെ, ഇവനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ല നിനക്ക്. ഞാൻ 3 പേരെ എണ്ണും. മര്യാദയ്ക്ക് നീ എണ്ണീറ്റോ.
ഇല്ലേ പിന്നെ പാതാളത്തിൽ നിന്ന് മാവേലിക്കൊപ്പം സദ്യ ഉണ്ണാൻ നീ ഓണത്തിന് വരേണ്ടി വരും. ഭീഷണിയാണോ? ആ അതെ. ഞാൻ എപ്പോഴേ എണീറ്റു. അന്ന വാ, നമുക്ക് അനുഗ്രഹം വാങ്ങാം. ഈശ്വരാ, കേറിയിരി. എന്തെന്നാ, ഞാനൊന്ന് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് പിന്നെ കൊല്ലാനാണോ വളർത്താനാണോ എന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തേ. ആ അതെ, നീ ഇവളുടെ മറ്റു 2 ആങ്ങളമാരോട് എടുക്കുന്നതാകും നല്ലത്. വെരി ഗുഡ്. ഈ പോക്ക് പോയ കാലേ വീള ഒരു തൊഴിലാക്കി മാറ്റാം. എന്താന്നാ, നിനക്കൊന്നും പറയാനില്ലേ? ഷെടാ, നിങ്ങളൊന്ന് ശ്വാസം വിട്ട പിള്ളേരെ. ഈ കണ്ട ഡ്രാമ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ 2 പേരെയും ഞാൻ ഒരേപോലെയാ കണ്ടിട്ടുള്ളത്. ബട്ട് എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ആർ യു ഗൈസ് സീരിയസ് അബൌട്ട് ദിസ്? യെസ് ഡാനിച്ച, ഐ എം റിയലി സീരിയസ് അബൌട്ട് ദിസ്. അന്ന പിന്നെ പഠിക്കുന്നതല്ലേ ഉള്ളൂ. എനിക്ക് ഡാനിച്ചൻ്റെ പെങ്ങളെ കെട്ടിച്ചു തരുമെന്ന് ചോദിക്കാൻ ഒരു മടിയുമില്ല. ബട്ട് ഇവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞിട്ട് മതി എന്ന് കരുതി. അല്ലാതെ ഈ റിലേഷൻഷിപ്പ് ഒളിപ്പിച്ചു വെക്കണമെന്ന് ഞങ്ങൾക്കൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. അതെ ഡാനിച്ച, അതുകൊണ്ടാ ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ തന്നെ എഡ്വിന്റെ കാര്യം പറഞ്ഞ. നിങ്ങൾ സീരിയസ് ആണല്ലോ, അത് കേട്ടാ മതി. പിന്നെ പിള്ളേരെ, ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് കുട്ടിക്കളിയല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അവിടെ പരസ്പരം കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്. സെൻസ് ഓഫ് ഇക്വാളിറ്റി ഷുഡ് ബി ദെയർ ഇൻ റിലേഷൻഷിപ്പ്. അവിടെ സ്നേഹത്തെക്കാൾ കൂടുതൽ കെയർ ആൻഡ് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. കുറേ പ്രോബ്ലംസ് വന്നു എന്നിരിക്കും, ബട്ട് വിത്ത് എവറി ഹാർഡ്ഷിപ്പ് ജസ്റ്റ് നോ ദാറ്റ് യുവർ റിലേഷൻഷിപ്പ് ഇസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ എന്ന്. ഐ നോ ഡാനിച്ച, ഒരു ബോസ് എന്നുള്ളതിലുപരി യു വെർ എ ബ്രദർ ടു മീ. ഞങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കുറേ അധികം വളരാനുണ്ട്. ബട്ട് ഐ പ്രോമിസ് ടു ബി വിത്ത് അന്ന ത്രൂ ദിസ് ജേർണി. ഡാനിച്ചനോട് എന്തും തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് സീൻ യുവർ അൺകണ്ടീഷണൽ ലവ് ഫോർ ഓൾ ഓഫ് us. ഒരു രീതിയിൽ പറഞ്ഞാൽ ദാറ്റ്സ് സംതിങ് വിച്ച് ഇൻസ്പയർഡ് മീ ടു ലവ് എഡ്വിൻ അൺകണ്ടീഷണലി. ഒരാളെ നമുക്ക് എത്രത്തോളം തിരിച്ചൊന്നുമേ പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാമെന്ന് ഞാൻ പഠിച്ചത് ഡാനിച്ചൻ്റെ അടുത്ത് നിന്നാണ്. എഡ്വിനെ, അന്ന ഇസ് വെരി പ്രഷ്യസ് ടു അസ്. ഇവളെ ഏജ് വിളയതായതുകൊണ്ട് തന്നെ ഷീ ഈസ് ദി മോസ്റ്റ് പാമ്പേർഡ് വൺ അമംഗ് us. ഐ എം ട്രസ്റ്റിംഗ് യു വിത്ത് ഹർ. ഇഫ് യു എവർ ബ്രേക്ക് ഹർ ഹാർട്ട്, യു ആർ ഓൾസോ ബ്രേക്കിംഗ് ഓൾ ഓഫ് അവർ ഹാർട്ട്സ്. ആൻഡ് അങ്ങനെ വല്ലതും നടന്ന നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ബട്ട് ഓണത്തിന് സദ്യ ഉണ്ണാൻ പോലും നിന്റെ വായി പല്ല് കാണില്ല. എന്റെ പൊന്നിച്ചായ, നിങ്ങൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തല്ലേ. ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാതാളം ഒന്ന് ഓർമ്മിപ്പിക്കണ്ട. അന്ത ഭയം ഇരിക്കണം. പെങ്ങളും ആങ്ങളുമാരും കൂടെ എന്നെ പഞ്ഞിക്കിടാൻ നടക്കുക അല്ലേ? കൊള്ളാം. എഡ്വിനെ മോനെ, ഇനി ഞാൻ നിന്നെയും കൂടെ ഇച്ചാനാ, കേട്ടല്ലോ? അല്ല മോളെ, നിനക്കിന്ന് എത്നിക് ഡേ അല്ലേ? രാവിലെ തന്നെ ലീന അവിടെ വീട് മറിച്ച് നടപ്പുണ്ടായിരുന്നു. ഇവിടെന്ന് ഇവൻ എന്നെ കോളേജിൽ കൊണ്ട് ഡ്രോപ്പ് ആക്കും. ആ എന്നാ പെട്ടെന്നാവട്ടെ. കോഫി കുടിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് പോകാൻ നോക്ക്. ഞാനെന്ന് ഇറങ്ങുക, ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട്. മോനെ എഡ്വിനെ, നിന്റെ പെർഫോമൻസ് കണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്രക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. നിന്റെ ബോയ് ഫ്രണ്ട് ഒരു സകലകല വല്ലഭനാണ്, യുനോ. എന്തൊക്കെ ഷോ കാണണം. എന്തായാലും ഇനി 2 വട്ടം കാൽ പിടിക്കാൻ റെഡി ആയിക്കും. എന്നാലും നിനക്ക് ഇത്ര സ്നേഹമുള്ള വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഓടുന്നു, എനിക്ക് നാണമാകും. എവിടെ ആ നാടൻ വരുന്ന മുഖം ഒന്ന് നോക്കട്ടെ. ഓ കുരുപ്പേ. എന്റെ സേറേച്ചി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിന്നെ ഉണ്ടാക്കാം. ഈ പ്ലീസ് ഒന്ന് പിടിച്ച് താന്നേ. എന്റെ കുഞ്ഞി, നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന. സേറേച്ചി, എന്റെ ഒരു കമ്മല് കാണുന്നില്ല. ഈ പോക്ക് പോയ മിക്കാറും ഒരു ദിവസം നിന്നെ തന്നെ കാണാതാകും. എന്റെ സേറേച്ചി, നിങ്ങൾ പോയി അവളെ സാരി ഉടുപ്പിച്ചിട്ട് വാ. ബാക്കി ടോസ്റ്റ് ഒക്കെ ഞാൻ ചെയ്യാം. ആടാ, എർക്ക് വന്ന അവന്റെ ജ്യൂസ് ഫ്രിഡ്ജിലുണ്ടെന്ന് പറയണേ. ആ ഈവ കണ്ടാൽ ഇവനിട്ട് പണി കൊടുക്കാനായിട്ട് അതെടുത്ത് കുടിച്ചു തീർക്കും. പിന്നെ അതിനാകും അടി.
ആ ഓക്കെ, ചേച്ചി പെട്ടെന്ന് ചെല്ല്. ഇല്ലല്ല, ആ ലീൻ ഇപ്പൊ വീട് മറച്ചു വെക്കും. അയ്യേ, ഇന്ന് നീ ഉണ്ടാക്കിയ ഫുഡാണോ? അതെന്താടാ ആ പറഞ്ഞതിൽ ഒരു പുച്ഛം മുടക്കുന്നുണ്ടല്ലോ? എനിക്ക് ആ കരിഞ്ഞ ടോസ്റ്റിന്റെ മണവ വരുന്നേ. ആഹാ, എന്റെ ടോസ്റ്റിന് പുച്ഛിക്കുന്നോ? പുച്ഛിക്കൂടാ, പുച്ഛിക്കും, ഇനിയും പുച്ഛിക്കും. നിന്നെ കൊണ്ട് ഞാൻ ഈ ടോസ്റ്റ് ഫുൾ കഴിപ്പിച്ചിട്ട് അടങ്ങത്തുള്ളൂ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇത് തിന്നിട്ട് വേണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആകാൻ. കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോനെ ജാട പച്ചയായ ജാട പുച്ഛമാണ് പോട ഒന്നിടഞ്ഞു നോക്കടാ നിന്നെ ഞാനിന്ന് ചുറ്റുമെന്ന് അയ്യോ ഓടി വായോ, ഈ ബുദ്ധിയില്ലാത്ത ചെറുക്കൻ എന്നെ കൊല്ലാൻ വരണേ. ടോസ്റ്റ് ആ കൂടെ കുരുട്ടേ. ചിരിച്ചിരിപ്പ് ജാട വരവരാ. ഓ, നിർത്തുന്നുണ്ടോ രണ്ടും? ഒന്ന് കണ്ണ് തെറ്റിയാൽ മതി, രണ്ടും കൂടി തുടങ്ങിക്കോളും. ഇവർ 4 കഷ്ടമാണല്ലോ. ഇതെന്താ ഒരു കരിയണ മണം? അയ്യോ, എൻ്റെ ടോസ്റ്റ്. എങ്ങനെ ഇരിക്കണ്? അതും കരിയിച്ച്. അടുക്കള കത്തിച്ചില്ല, ഭാഗ്യം. നീ കാരണമാണോ തെണ്ടി. ഞാൻ പോണു. ലീന, എന്റെ ദൈവമേ. സേറിച്ച് വന്നു. ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക. ഈ കെട്ടൊന്നും ഇട്ടേ, എനിക്ക് കൈ എത്തുന്നില്ല. എന്റെ ആഞ്ജനേയ സ്വാമി, കൺട്രോളൊക്കെ വിട്ടു പോവാ, ശക്തി തരുമോ? ഏടൻ, നീയോ? അതെല്ലോ, ഞാൻ തന്നെ. നീ എന്താ ഇവിടെ? സേറിച്ച് എന്തിയേ? അടങ്ങി നിൽക്ക് പെണ്ണെ. സേറിച്ച് ഈസ് ബിസി. അതല്ല. എന്തെല്ലാം? ഏടൻ, just calm down. I'm just tying this up for you. But baby, one day I'll pull these strings open. But that will be to strip you out of these clothes. ഏടൻ, ഇനി ഇവിടെ നിന്നിട്ട് കൺട്രോൾ പോകും എൻ്റെ ലീന. Baby, you look so damn hot in the saree. മോനെ ഏടാ, മതി മതി. ഇനി നീ ഇവിടെ നിന്നാലേ ശരിയാകില്ല. Hey, wait. ഇന്നൊരു ഡേറ്റിന് പോയാലോ? പ്ലീസ്. പറ്റില്ല. അന്നി ഈവയും കാണും. എനിക്കിറങ്ങാൻ പറ്റില്ല. നീ നേരത്തെ ഇറങ്ങ്, ഞാൻ വന്ന് കൊണ്ടുപോരാം. ബാക്കി 2 വിളിച്ചോണ്ട് വരാനായിട്ട് ഞാൻ ഇറക്കിനെ വിടാം. നീ വല്ല തലവേദനയാന്നോ അങ്ങനെ വല്ലോ പറഞ്ഞിറങ്ങും. ആലോചിക്കട്ടെ. ബേബി പ്ലീസ്. ആ ശരി, നീ പോകാൻ നോക്ക്. നിന്നെ ഞാൻ എടുത്തോളാം. ഓവ. സേറിച്ചി, ബ്രേക്ക്ഫാസ്റ്റ്. നീ റെഡിയായോ? ഓ, എന്ത് റെഡിയാകാനാ? അയ്യേ, ഇതെന്ത് കോലം? എന്താ എന്റെ കോലത്തിനൊരു കുഴപ്പം? കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇന്ന് എത്നിക് ഡേ അല്ലേ? ഇതാണോ നിന്റെ എത്നിസിറ്റി? തീരെ മോശം. എനിക്കത് കുറഞ്ഞ എത്നിസിറ്റി മതി. ഏയ്, അത് പറഞ്ഞാ പറ്റില്ല. ഇന്ന് നിന്നെ സാരി ഉടുപ്പിച്ചിട്ടേ ഉള്ളൂ, വേറെ കാര്യം. ഏയ്, കയ്യെന്ന് വിടടാ മാക്രി. മിണ്ടാണ്ട് കൂടെ വന്നോ? ഈ ഇട്ടിരിക്കുന്ന വള്ളിനിക്കറാൻ ടോപ്പ് മാറ്റിയിട്ട് വാ. യു ബ്ലഡി മാക്രി, നീ എന്റെ ഷോർട്സിനെ വള്ളിനിക്കറെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നോ? എന്റെ പൊന്നു മാഡം, ഈ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് വരൂ.
ബട്ട് എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. അതിനല്ലേ ഞാൻ ഓ പിന്നെ നീ സ്ഥിരം സാരി ഉടുത്താണല്ലോ ഇവിടെ നടക്കുന്നത്. നിന്നെ സാരി ഉടുപ്പിച്ചാ പോരെ? അതിനാണല്ലോ യൂട്യൂബ്. സമയം കളയാതെ പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. ഞാൻ അതുവരെ ട്യൂട്ടോറിയൽ നോക്കി പഠിക്കട്ടെ. ഇത് വല്ലതും നടക്കുവോ ആവോ? Cause you see it's original, the white's so real, the whites of Smith, I rock and feel. വാവ്, പാടത്ത് കൊണ്ടുവെക്കാം. ദേ എന്നെ കളിയാക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ നിന്നെ ഞാൻ പെറുക്കിയെടുത്ത് പാടത്ത് കൊണ്ട് കളയും. ഷേ, ക്രോധാഷ്ടേ ആകാതെ ഇങ്ങനെ. നിന്റെ ഈടന്റെ കൂടെയുള്ള സംസർഗം അതിന്റെ എഫക്റ്റ് നല്ലോണം വൊക്കാബുലറിയിൽ കാണുന്നുണ്ട്. സാരി ഇങ്ങതാ. നീ എന്താ ഇങ്ങനെ നോക്കുന്നെ? നിന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ടൊന്ന് നിന്ന് പോയതാ. ഓഹോ, Aren't you enjoying this a little too much? മേ ബി. സാരി ഉടുപ്പിക്കുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? സാരല്ല, നമുക്കിതൊരു ശീലാക്കാം. അയ്യടാ. ഏയ്, സോ ഫുൾ എടുത്ത് തീർന്നില്ല. സാരില്ല, ബാക്കി ചെയ്യാനേ എനിക്കറിയാം. ഓഹോ, ബട്ട് അതിലൊരു ത്രില്ലില്ലാന്നേ. ഒന്ന് മാക്രിക്കും ഞെറുക്കേ, നിന്റെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ലല്ലോ. എന്താന്നറിയില്ല, നിന്നെ കാണുമ്പോ എന്റെ കയ്യിലിരിപ്പിന് എന്തോ പറ്റുന്നുണ്ട്. ഇവിടെ കിടന്ന് കറങ്ങാതെ പോകാൻ നോക്ക്. ഞാൻ ഉടുപ്പിച്ചോണ്ടാണോന്നറിയില്ല, ഇപ്പൊ കാണാൻ കുറച്ച് രസമൊക്കെ ഉണ്ട്. ഏയ്, അത് അതിന്റെ ഒന്നുമല്ല. ഇതൊക്കെ എനിക്ക് ജന്മന ഉള്ള ബ്യൂട്ടിയാണ്. Give this man some credits, പൊട്ടാസേ. കൂടുതൽ ഇവിടെ കിടന്ന് ഷോ ഇറക്കാതെ പോ ചെറുക്ക. Thank me later. Bye. മമ്മി, ഇവൻ എന്റെ മെന്റൽ ഹെൽത്തിന് ഒരു ഭീഷണിയാണ്. His presence makes me go insane. Blush and makeup ഒന്നും വേണ്ട. അയ്യോ, അവൻ ഞാൻ ബ്ലഷ് അടിക്കുന്ന കണ്ടു കാണില്ലേ? എന്റെ അമ്മയെ കൈ വരക്കുന്നു. സാരി ഉടുപ്പിക്കാന്ന് കേൾക്കാൻ നേരത്തെ വിചാരിക്കണമായിരുന്നു. ഇവൾക്ക് എന്നു മുതൽ ഇത്ര ഭംഗി വെച്ച്? The way she was blushing. എന്റെ പൊട്ടാസേ, what are you doing to me? എന്നാലും ഇപ്പൊ കഥകളി പഠിക്കാൻ പോകുന്ന വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ ഡാനിച്ചേ, രാവിലെ പോയതൊക്കെ ഇതെവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്ന്. എന്താ ഡാനിച്ച, നിങ്ങളെന്താ ഇവിടെ? ഞാൻ മീറ്റിംഗിന് പോയിട്ട് വന്നേ ഉള്ളൂ. അല്ല, നിന്നില്ലേ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ആണേ, എന്താ ഭാവം, എന്താ എക്സ്പ്രഷൻ, വൗ, പെർഫെക്റ്റ്. നമ്മുടെ നാടിന്റെ കലകളെ ഇതേപോലെ പ്രോത്സാഹിപ്പിക്കുന്ന നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ ഭാരതത്തിന് വേണ്ടത്. ഭാരത് മാതാ കീ ജയ്. നീ ഇപ്പൊ ഇത് എവിടെ നിന്ന് വന്നട മരഭൂതമേ? നീ എന്റെ രാജസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നു. അല്ല, എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ നമ്മുടെ ഇറക്കിന്റെ കഥകളി കളിക്കുന്ന സ്കിൽസിനെ പറ്റി പറഞ്ഞതാ. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബോയ്, പ്രൗഡ് ഓഫ് യു. അതേതാണ് ഞാൻ അറിയാത്തൊരു കഥകളി? ഓ ഓ ഓ, ഈ കഥകളി മനസ്സിലായി മനസ്സിലായി. നടക്കട്ടെ നടക്കട്ടെ. പുല്ലേ, ഇവിടെ കിടന്ന് ഷോ ഇറക്കാതെ ഒന്നും മിണ്ടാണ്ടിരിക്കാവോ? എന്റെ അമ്മേ, ആരിത്? എന്റെ ഇവ സൂപ്പർ ആയിട്ടുണ്ട്. നീ ഇപ്പോഴും സാരി ഉടുക്കാൻ പഠിച്ചേ? ഒരു ദുർബല നിമിഷത്തിൽ ഞാനത് പഠിച്ചു.
ആ വാ ഒന്ന് അടച്ചു വെക്ക്. പോടാ. ഉഫ്, ലീന പൊളിച്ച്. ഇവിടെ ബാക്കി ചിലരെ പോലെ അല്ല. എടാ മാക്രി, ഓ, ഇനി രണ്ടും ഇനി തുടങ്ങണ്ട. പോയി കാറിൽ കയറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഷെടാ, ഞാൻ ഇവിടെയാണല്ലോ വെച്ചത്, കാണുന്നില്ലല്ലോ. ഇനി മ്യാവനോ മറ്റോ എടുത്ത് ആ മാനസൂന് വല്ലതും കൊടുത്തോ? എന്താടാ തപ്പുന്നേ? കുറെ നേരായില്ല. ആ, അതല്ല, ഞാനിവിടെ വെച്ച ക്യാറ്റ് ഫുഡ്. മാമ, നിങ്ങളത് തിന്നോ? ഓ, ഈ ബിസ്ക്കറ്റ് വലിയ സുഖമില്ലെന്നേ. ഒരു ചീഞ്ഞ മണം. എക്സ്പയറി കഴിഞ്ഞോന്നൊരു സംശയമുണ്ട്. എന്റെ സെൽവന്റെ ക്യാറ്റ് ഫുഡ് നിങ്ങളെടുത്ത് തിന്നോ മനുഷ്യ? എന്റെ സെൽവനോട് ഞാൻ ഇനി എന്ത് പറയും? ഓന്നോ, അയ്യേ, ക്യാറ്റ് ഫുഡോ? അയ്യേ, അതാണോ ഞാൻ ഇത്രയും നേരം അടിക്കടി തിന്ന്? എന്റെ സെൽവം, എന്റെ ചെല്ലം ഇതെങ്ങനെ സഹിക്കും? അവനും എൻ്റെ മാനസുവിനെ പോലെ, ഐ മീൻ നിങ്ങളുടെ മാനസുവിനെ പോലെ ഡിപ്രഷൻ വന്നാൽ ഞാനിതെങ്ങനെ സഹിക്കും? അതല്ല, ഹു ഈസ് ദ സെൽവം? ബട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്ര ദിവസമായി, എന്നിട്ടും ഈ കുടുംബത്തിലെ അംഗമായ എന്റെ സെൽവത്തെ നിങ്ങൾക്കറിയില്ല? ഇനി ആ തല തിരിച്ച ഉളുക്കി അങ്ങിരിക്കും, പിന്നെ ബെൽറ്റ് ഇട്ട് നടക്കാം. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ബട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ഈ സോ കോൾഡ് സെൽവത്തെ കണ്ടിട്ടില്ല. എന്റെ പൂച്ചയാണ് എന്റെ സെൽവം, സെൽവം മഹലിംഗപ്പ. എന്ത് കപ്പ? കപ്പയല്ല, മഹലിംഗപ്പ. ഈ വീടിന്റെ കാരണവർക്കും എന്റെ സെൽവത്തിനും ഒരേ സ്ഥാനമാണ് എൻ്റെ മനസ്സിൽ, ഒരേ സ്ഥാനം. ബാ, ഞാൻ സെൽവത്തെ കാണിച്ചു തരാം. എൻ്റെ സെൽവത്തെ പറ്റി നിങ്ങൾക്കറിയാവൂ? കണ്ടാലേ അറിയില്ലേ, തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ട പൂച്ചയാണ്. ഐശ്വര്യം വിതുമ്പുന്ന ആ മുഖം കണ്ടാൽ അറിയില്ലേ? സെൽവം മാമനെ പോലെ പാരീസ് തീർത്ഥയാത്രയ്ക്ക് വന്ന പൂച്ചയാണ്. എന്നാലും ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഡാ മൈ സെല്ലം. അതാരാണ് ഈ മാനസയുടെ കൂടെ വേറൊരു പൂച്ച? സെൽവം ആൻഡ് മാനസു അവഹിതമോ? കുടുംബത്തിന്റെ മാനം നീ തുണ്ടാക്കിയല്ലോടാ. നീ എന്നെ പറ്റി ചിന്തിച്ചോ? നിന്റെ തല തൊട്ടപ്പനായ ഡാനിച്ചിനെ പറ്റി ചിന്തിച്ചോ? പിന്നെ പ്രേമിക്കുമ്പോഴാണല്ലോ നിന്റെ തിരുമോന്ത ചിന്തിക്കാൻ. ഒന്ന് പോടേർക്കാൻ മാമ. അങ്ങനെ നമ്മൾ ബന്ധുക്കാരാവാ പോവുക. ഇവരുടെ കെട്ടുറപ്പിക്കണ്ടേ? ഞങ്ങൾ ഓൾറെഡി ബന്ധുക്കാരാണല്ലോ. ഞാൻ വല്ലാണങ്ങ് ഇമോഷണലായി പോവുക. എന്റെ സെൽവം വളർന്നൊരു പുരുഷനായി. പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഇവരുടെ ജാതകം നോക്കണ്ടേ? സദ്യ ഒരുക്കണ്ടേ? പിന്നെ വേണം. നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ പോയി കിടന്നുറങ്ങ. ചിലപ്പോ ഇന്ന് രാവിലെ ലീനയെ കണ്ടപ്പോ പറന്ന കിളിയായിരിക്കും, അത് തിരിച്ചങ്ങ് വരും. അതല്ല, അത് പിന്നെ വേണ്ട, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നീ പോയി കിടക്ക്. പൊക്കോ. കൂടുതൽ നാണം കിടുന്നതിന് മുന്നേ പോകാം. എടാ, എനിക്ക് നല്ല തലവേദന, ഞാൻ തിരിച്ചു പോകുക. ആണോ? എന്നാ ഞാൻ കൂടെ വരാം, നീ ഒറ്റക്ക് പോകണ്ട. വേണ്ട, ഞാൻ പോയിക്കോളാം. ഏഴൻ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. ഇവിടെ അടുത്തൊരു ക്ലൈൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അതിന് വന്നതാന്ന്. ആ, എന്നാ ശരി. ചിലപ്പോൾ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കയറും. ഓക്കെ, എന്നാ നീ പോയിട്ട് വാ. ഏഴൻ, വാ പോകാം. വന്നോ? ഓ ഗോഡ്, I cannot stop telling you how beautiful you look in this saree. Baby,
ക്വിറ്റ് ഫ്ലേർട്ടിങ് ഓൾറെഡി. നീ ഇങ്ങനെ ബേബി എന്നൊന്നും വിളിക്കില്ലേ എൻ്റെ ഹാർട്ട്. വണ്ടി കയറടാ പഞ്ചാര കൊഞ്ചു. അല്ല എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ല. ദാറ്റ്സ് എ സർപ്രൈസ്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? ഓക്കെ, ചോദിക്കൂ. ലൈക്ക് ഹൗ ക്യാൻ യു ലവ് മീ സോ മച്ച്? ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ആൻഡ് യു ഹാവ് ബിക്കം എ ഹ്യൂജ് പാർട്ട് ഓഫ് മൈ ലൈഫ് ഓൾറെഡി. I cannot imagine a future without you in it, Aiden. Lena, does it scare you? Like with how fast our relationship is going? ഒരു രീതിയിൽ പറഞ്ഞാൽ yes, it does. The fact that how much I love you, that dangerous game of heart. എനിക്കറിയില്ല ഇട. ലവ് ഇസ് സ്കേറി. ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ ഇത്രയും ആഴ്ന്നിറങ്ങിയ ഒരു വികാരമാണ് നീ. Well, you are not alone. Even I feel scared. Even I feel vulnerable. ഇതൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാനാകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ. There are so many what ifs. But I'll be there with you. That's one thing I promise you. No matter what happens, you are not alone. I know. എനിക്കത് മതി. Your presence makes everything easier and merrier. ഇനി ഞാനൊരു സീരിയസ് കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. How do you manage to look so hot wearing the sari? നിന്നെ ഞാൻ സത്യമായിട്ട് അത് വാറ്റി മൂക്കി കൊല്ലൂടാ. അയ്യോ, ഞാൻ വണ്ടി ഓടിക്കുക കുറിപ്പ്. അയ്യോ, പിച്ചില്ല. എൻ്റെ മാഡം സോറി. കടവുളെ കാപ്പാത്തുങ്കോ. ഇവ നമ്മളിന്ന് ഇരക്കിച്ചാൻ പിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്ക് മറ്റേ ഗ്രൂപ്പ് പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് വേണ്ടി ലൈബ്രറി പോകണം. അപ്പോൾ നീ ഇച്ചാനെ കൂടെ അങ്ങ് പൊക്കോ. അല്ല, ഞാൻ വേറെ പോയിക്കോളാം. അത് സാരില്ല. അതൊന്നും പറ്റില്ല. ഇച്ചാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല. അത് കുഴപ്പമില്ല, നീ അങ്ങ് പൊക്കോ. ഞാൻ എന്തായാലും വന്നേക്കാം. അയ്യോ, ആ മാക്രീനെ കാണുമ്പോഴേ എൻ്റെ കിളിയെല്ലാം പോകും. ഓയ് മാഡം, വന്ന് വണ്ടി കയറ്. അല്ല, എന്റെ അനിയത്തി എന്തേ? അവളെന്തോ പ്രോജക്റ്റ് കാര്യത്തിന് വേണ്ടി പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. ഓ ആണോ? എന്തായാലും ഇറങ്ങിയതല്ലേ, നമുക്കൊന്ന് കറങ്ങിയിട്ട് പോയാലോ? ലാസ്റ്റ് ടൈം നിന്റെ കൂടെ വന്നത് അവസാനം ഗുണ്ടകളെ തല്ലേണ്ടി വന്നതാ. ഇത്തവണ ആരുടെ അടി വാങ്ങിക്കൂട്ടാനാണോ ആവോ? അന്നൊരു അബദ്ധം പറ്റിയതല്ലേ, നീ ഒന്ന് ക്ഷമിക്ക്. ദിസ് ടൈം അങ്ങനെ ഒന്നും വരില്ല. ഓക്കെ ഓക്കെ എറിക്, അങ്ങനാണേ നമുക്ക് മറ്റേ പെറ്റ്സ് റെസ്റ്റോറന്റിൽ പോകാം. ഓക്കെ ഡൺ. ശരിക്കും? God, she looks so adorable. എൻ്റെ അമ്മേ, ഇങ്ങനൊന്നും നോക്കല്ലേ.
பனிமழையாய் வந்தாளே എറിക്, നോ നോ. சுட மறைந்தே போனாளே एक पल में तुमको मैं भुला दूंगा അയ്യോ, they all are so cute, right? അയ്യോ ഇവനെ നോക്ക്. एक पल में तुमको मैं भुला दूंगा दिल तोड़ने की Yeah, so cute. Just like यादों के मौसम जो तुम पे छा വാ പോയിരിക്കാം. I never thought I would enjoy something like this with you. അതെങ്ങനാ? നേരി കണ്ട വഴക്കിടാനല്ലേ നിനക്ക് ടൈമുള്ളൂ. പാവീ ഞാൻ. എന്ത് ചെയ്യാനാ, നിന്നെ ചൊറിയുമ്പോ ഒരു മനസ്സുക. ആണല്ലേ? But ഇവ, what should we call this? A date. അപ്പോ ഡേറ്റ് ആണ് സമ്മതിച്ചു. ഏയ് ഞാൻ സമ്മതിച്ചില്ല, അത് നീ കേട്ടേന്റെ കുഴപ്പാ. ഓ പിന്നെ എന്താ പൊട്ടാസേ, ഡേറ്റ് എന്ന് പറയാൻ നാണാണോ? പിന്നെ നാണെങ്ങനെ ഒഴുകുവാണല്ലോ, ഒന്ന് പോടാ. ഞാൻ നോക്കിയിട്ട് നിനക്കാണ് നാണമുള്ള പോലെ ഫീൽ ചെയ്യുന്നേ. Right now you're the one who is blushing. Huh? അയ്യോ, you look so cute. Stop teasing me. ഓ ശരി ശരി, ദേ ഓർഡർ ചെയ്തത് വന്നല്ലോ. ഓയ നമ്മളെത്തി. നീ ഇറങ്ങ. The Louvre Museum. Yes, it's most famous for the artworks with themes of love. So I should definitely visit the place with the love of my life. You're so cheesy. വാ, അകത്തോട്ട് കയറാം. മനസ്സു, നിന്റെ ഡിപ്രഷൻ നമുക്ക് കല്യാണത്തിന് മുന്നേ മാറ്റിയെടുക്കണ്ടേ? കമോൺ, കോൺസെൻട്രേറ്റ്. ആവാഹിക്കൂ, ആവാഹിക്കൂ, ആവാഹിക്കൂ. ഇവിടെ ആരും ഇല്ലല്ലോ, പിന്നെ എവിടെ നിന്നാ ആ സൗണ്ട്? ആരാ അവിടെ? പോയി നോക്കണോ? നോക്കിയേക്കാം. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ലേ. ആരാ? മൈ ഡിയർ മാമ, നാന്താ ഉങ്ങളുടെ ചെല്ലോ. ശശികുട്ടനോ? ഓ മൈ ക്യൂട്ട് മാമ. ആമയേ മാമ, നിങ്ങൾക്കൊരു ഉമ്മ. എന്റെ സ്വാമി പരമ്പര ദൈവങ്ങളെ, ഞാൻ ദേ വന്നു.